ഒമാനിൽ മരിച്ച നമ്പി രാജേഷിന്റെ മൃതദേഹം തിരുവനന്തപുരത്ത് എത്തിച്ചു. എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ സമരം മൂലം ഭാര്യയ്ക്ക് അവസാന നാളിൽ കാണാനായിരുന്നില്ല. ഭാര്യ അമൃത 2 തവണ ടിക്കറ്റ് എടുത്തെങ്കിലും വിമാനം റദ്ദാക്കിയിരുന്നു. മൃതദേഹവുമായി എയർ ഇന്ത്യ ഓഫീസിന് മുന്നിൽ ബന്ധുക്കളും പ്രതിഷേധിച്ചു. അവർ പറയുന്നത് ഞങ്ങളെ കമ്പനിയല്ല എന്ന് പറയുന്നത്. ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ അവർ പറയുന്നില്ല ഞങ്ങളെ കമ്പനിയല്ല ഇതൊന്നും അങ്ങനെ പറയുന്നില്ല. ഇപ്പൊ ടിക്കറ്റ് ഇത്രയും ആൾക്കാർ കൊടുത്തിട്ട് ഇവര് ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തിട്ട് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറയണം. അവര് ഞങ്ങളെ കമ്പനിയല്ല അങ്ങനെ പറയണം. ശവസംസ്കാരത്തിന് ശേഷം എയർ ഇന്ത്യ അധികൃതരുമായി ചർച്ചയ്ക്കുള്ള അവസരം നൽകാമെന്ന പോലീസിന്റെ ഉറപ്പിന്മേലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ഡെഡ് ബോഡി ഇവിടുന്ന് റിമൂവ് ചെയ്യുന്നത് അത്യാവശ്യമാണ്. ഞങ്ങളോട് തന്നെ ചർച്ച ചെയ്തു. ഇപ്പോൾ നിഷ ചാക്കോമാരുടെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ ഫ്ലൈറ്റ് ഓപ്പറേഷൻസ് ഹെഡുമായിട്ട് സംസാരിക്കാമെന്നും ഇവരുടെ ഡെഡ് ബോഡിയുടെ ചടങ്ങുകൾ കഴിഞ്ഞ ശേഷം ഇവരുമായിട്ട് നേരിട്ട് അവിടെ പോയി ചെല്ലാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഹൃദയം തകർക്കുന്ന കാഴ്ചകളാണ് മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ ഉണ്ടായത്. നമ്പി രാജേഷിന്റെ മരണവുമായി ബന്ധപ്പെട്ട എയർ ഇന്ത്യ അധികൃതർ മറുപടി പറയണമെന്ന മന്ത്രി വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. വിമാന കമ്പനിക്കും വിമാന കമ്മിറ്റി നടത്തുന്ന ടാറ്റ ഗ്രൂപ്പിനും ഇതിൽ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നമുക്ക് മറക്കാൻ വേണ്ടി കഴിയില്ല. ഇക്കാര്യത്തിൽ എന്തെല്ലാം സഹായങ്ങൾ ഈ കുടുംബത്തിൽ ചെയ്യാൻ കഴിയുമോ അത് വിമാന കമ്പനിയും കമ്പനി നടത്തുന്ന ഗ്രൂപ്പും ചെയ്തു കൊടുക്കേണ്ടത്. വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം 1 മണിയോടുകൂടി മൃതദേഹം ശാന്തി കവാടത്തിൽ സംസ്കരിച്ചു. ജിബിൻ ജെബി, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. നമുക്കറിയാം, ഒരു ജീവൻ നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന വേദന അങ്ങേയറ്റം കഠിനമാണ്. ഇപ്പോൾ നമ്മോടൊപ്പം അതിഥികളായി ചേരുന്നത് മരിച്ച നമ്പി രാജേഷിൻ്റെ ഭാര്യ പിതാവ് രവി, CR നീലകണ്ഠൻ സാമൂഹ്യ നിരീക്ഷകൻ, ചാക്കുണ്ണി പൊതുപ്രവർത്തകനാണ്. ഈ വ്യോമയാന മേഖലയുമായി ബന്ധപ്പെട്ട സമിതികളിൽ അംഗമാണ്. അദ്ദേഹം വളരെ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ആദ്യം ശ്രീ രവിയിലേക്ക്. ശ്രീ രവി, എന്തായാലും കുടുംബത്തെ സംബന്ധിച്ചോളം പറഞ്ഞറിയിക്കാനാകാത്ത വേദനയാണ് നേരിടുന്നത് എന്ന് മനസ്സിലാകുന്നുണ്ട്. ഈ എത്രത്തോളം കഠിനമാണ് ഈ അവസ്ഥ എന്നുള്ളത് പറയാവുന്നതേ ഉള്ളൂ. പക്ഷേ ഒരു കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു എങ്കിൽ അത് ആ ദിവസം അന്ന് അമൃതയ്ക്ക് പോകാൻ കഴിയില്ല. അപ്രതീക്ഷിതമായി എയർപോർട്ടിൽ എത്തിയപ്പോഴുണ്ടായ വേദന നമ്മളൊക്കെ നേരിൽ കണ്ടതാണ്. ഞങ്ങളൊക്കെ ആ പ്രതികരണം കേട്ടതും ഞെട്ടിയതുമാണ്. പിന്നീട് ഒരു സംവിധാനം പിറ്റേന്നവർ ഏർപ്പെടുത്തുന്നു. പക്ഷേ ആ സംവിധാനത്തിലും പിഴവുണ്ടാകുന്നു. കൃത്യസമയത്ത് അവിടെ എത്തിയിരുന്നെങ്കിൽ തീർച്ചയായും ജീവൻ രക്ഷിക്കാമായിരുന്നു രാജേഷിൻ്റെത്, അല്ലേ? അതെ സാർ, തീർച്ചയായിട്ടും. ഞാനും മസ്കറ്റിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ നമ്പി രാജേഷിനും ഞാനും അടുത്തടുത്ത് കുറച്ച് ഒരു 15 കിലോമീറ്ററിൻ്റെ വ്യത്യാസത്തിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ആ സമയത്ത് പുള്ളിക്ക് സുഖമില്ലാതെ ആ ദിവസത്തിലന്ന് എൻ്റെ തലേ ദിവസം ഞാൻ ദുബായിലൊരു കമ്പനി ആവശ്യത്തിന് വേണ്ടി ഞാൻ പോയിരിക്കുകയായിരുന്നു. സൺഡേക്കാണ് ഞാൻ പോയത് ദുബായിലേക്ക്. ആ സമയത്ത് മൺഡേ ആണ് പുള്ളിക്കാരന് സുഖമില്ലാതാവുന്നത്. അതിനുശേഷമാണ് ഇവിടെ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല. പുള്ളി നേരെ വീട്ടിലേക്കാണ് വിളിച്ച് വൈഫിനെ എല്ലാവരെയും വിളിച്ച് സംസാരിച്ചതും ഇങ്ങനെ ചെസ്റ്റ് പെയിനാണ്, അങ്ങനെ വന്നിരിക്കുകയാണ് എന്നൊക്കെ സംസാരിച്ചു. അതിനുശേഷം ഞാൻ വീട്ടിൽ വിളിക്കുമ്പോഴാണ് ഈ കാര്യം എൻ്റെ വീട്ടുകാരാണ് എന്നെ അറിയിക്കുന്നത്, ഈ സംഭവം. അതുവരെ ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് സാറ്റർഡേ ആണ് ഞാൻ മസ്കറ്റിലേക്ക് വന്നത്. അന്ന് ഞാൻ നമ്പി രാജേഷിനെ പോയി സന്ദർശിക്കുകയും പുള്ളിക്ക് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുകയും അപ്പോൾ ഡോക്ടർ നിർദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞാൽ ബന്ധുക്കളുടെ ആരുടെയെങ്കിലും സഹായം വേണം എന്ന് പ്രത്യേകം പറഞ്ഞാണ് വിട്ടത്. അവിടെ ആൻജിയോപ്ലാസ്റ്റി ഒക്കെ കഴിഞ്ഞ് നല്ല ക്ലിയർ ആയിട്ട് വന്നതാണ് പുള്ളി. അതിനുശേഷം ഈ ബന്ധുക്കൾ ആരും ഇല്ലാത്തതുകൊണ്ട് ആരും ശ്രദ്ധിക്കാനില്ലാതെയാണ് പുള്ളിയുടെ മരണം സംഭവിച്ചത്. ശ്രീ രവി, നമുക്കറിയാം, വിദേശത്താകുമ്പോൾ ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം അവരെ വിടുക താമസ സ്ഥലത്തേക്കാണ്. ഈ രാജേഷ് ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നതെന്ന് മനസ്സിലാകുന്നു. ഭാര്യയുടെ ആ ഒരു സാന്നിധ്യം ഉണ്ടാകുമായിരുന്നെങ്കിൽ തീർച്ചയായും ജീവൻ രക്ഷപ്പെടുമായിരുന്നു. അവസാനം പോലെ ഈ മരണത്തിൽ ബോഡി സുഹൃത്തുക്കൾ ചെന്ന് കാണുമ്പോൾ സഹായത്തിന് വേണ്ടി കൈ ഉയർത്തുന്ന രീതിയിൽ ആയിരുന്നു ആ ബോഡിയുടെ അവസ്ഥ എന്നാണ് മനസ്സിലാക്കുന്നത്. അത് ഹൃദയഭേദകമാണത്. അങ്ങനെ ആയിരുന്നോ കാണാൻ കഴിഞ്ഞത് സുഹൃത്തുക്കൾക്ക്? അതെ 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 അതെ
ഹോസ്പിറ്റൽ നിർദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു മാസം അവർ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കും. ബന്ധുക്കളാരെങ്കിലും അടുത്ത ബന്ധുക്കളാരെങ്കിലും വളരെ വൈഫോ ആരെങ്കിലും അടുത്ത ബന്ധുക്കളാരെങ്കിലും കൂടെ ഉണ്ടാവണമെന്നാണ് പറഞ്ഞിരുന്നത്. ഈ മരണസമയത്ത് ആരുമില്ലായിരുന്നു. ഞാൻ അന്ന് ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഞാൻ ഓഫീസിൽ പോയപ്പോഴാണ് ഈ സ്കൂളിൽ നിന്നാണ് എനിക്ക് ഫോൺ വരുന്നത്. ഇങ്ങനെ അത്യാവശ്യമായിട്ട് സ്കൂളിലേക്ക് വരണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്നോട്ട് ടാക്സി പിടിച്ച് ഞാൻ സ്കൂളിൽ പോയപ്പോൾ പുള്ളി മരിച്ചു കിടക്കുന്നത് ഞാൻ കണ്ടത്. ശ്രീ രവി, നമുക്കറിയാം ഒരു സിസ്റ്റത്തിന്റെ പിഴവ് കൊണ്ട് തന്നെയാണ് ഈ മരണം സംഭവിച്ചത്. ഒരർത്ഥത്തിലൊരു കൊലപാതകം എന്ന്, കാരണം ഒരു ജീവൻ ഇല്ലാതാക്കി തല്ലിക്കെടുത്തി എന്ന് പറയേണ്ടി വരും. ആ സിസ്റ്റത്തിന്റെ അങ്ങേയറ്റത്തെ അനാസ്ഥ ഇതെല്ലാവരും കണ്ടു പഠിക്കേണ്ടതാണ്. നമ്മൾ ഒരു കമ്പനിയെ, നമ്മളൊരു യാത്രയ്ക്ക് പോകുമ്പോൾ ആ ഒരു കമ്പനിയെ വിശ്വസിച്ച്, ആ ഒരു എയർലൈനെ വിശ്വസിച്ചാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ പോകുന്ന അവസ്ഥയിൽ ടിക്കറ്റ് ഇല്ല എന്ന് പറയുമ്പോൾ അവിടെ ഒരു പിഴവുണ്ടാകുന്നു. ഏതെങ്കിലും രീതിയിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി, അങ്ങയുടെ മകളെ കയറ്റി അയക്കാമായിരുന്നു, ഒരു കനിവുണ്ടായിരുന്നുവെങ്കിൽ, അല്ലേ ശ്രീരവി? എങ്കിൽ ആ ജീവൻ രക്ഷപ്പെടുത്തി എടുക്കാമായിരുന്നു. ഒരാളെങ്കിലും കയറ്റി അയച്ചിരുന്നെങ്കിൽ ആ ജീവൻ രക്ഷപ്പെട്ടേനെ. ആരും സഹായത്തിനില്ലാത്തതുകൊണ്ടാണ് ഈ മരണം ഉണ്ടായത്. നല്ല രീതിയിൽ 2 ദിവസം ആദ്യത്തെ ദിവസം അവർക്ക് പോകാൻ പറ്റില്ല. അന്ന് അടുത്ത ദിവസം ശ്രീരവി, അതിനുശേഷം ഈ കമ്പനിയിൽ ആരെങ്കിലും അങ്ങേ ബന്ധപ്പെട്ടോ? കാരണം ഈ ദുരന്ത വാർത്ത അറിഞ്ഞ് നാട് മുഴുവൻ ഞെട്ടി നിൽക്കുന്നു, എല്ലാവരും സങ്കടപ്പെടുന്ന അവസ്ഥയിൽ എന്തെങ്കിലും വിളിച്ചു ചോദിക്കുകയോ എന്തെങ്കിലും ചെയ്തോ ഈ മാനേജ്മെന്റ്? ഇല്ല സാർ, ഈ നിമിഷം വരെ ആരും എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. ആരും. ഇന്ന് ഞാൻ രാവിലെ അവിടെ പ്രതിഷേധം നടത്തിയപ്പോൾ അവിടെയുള്ള മേഡം എൻ്റെ അടുത്ത് സംസാരിച്ച് ഞങ്ങൾ അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ടുണ്ട്, അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രതിഷേധം അവസാനിപ്പിച്ചിട്ട് ഞാൻ ഈ ബോഡിയായിട്ട് ഞാൻ വീട്ടിൽ വന്നത്. ഇവിടുത്തെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് സംസ്കരിച്ചു, എല്ലാം ഇങ്ങോട്ട് വന്നു. ഈ നിമിഷം വരെ ആരും വന്നിട്ടില്ല. ആരും അടച്ച പൈസ പോലും റീഫണ്ട് ആയിട്ടുമില്ല, അല്ലേ? ഇല്ല സാർ, ഇല്ല, തിരിച്ചു തന്നിട്ടില്ല. ഇന്നിപ്പോൾ അവിടെ ആ എയർ ഇന്ത്യ ഓഫീസിൽ ചെല്ലുമ്പോൾ താങ്കൾക്ക് എന്താണ് അവിടെ കാണാൻ കഴിഞ്ഞത്? അവരുടെ സമീപനം എങ്ങനെയായിരുന്നു? ആ ഉദ്യോഗസ്ഥരുടെ, അവരുമായി ബന്ധപ്പെട്ട ആരുടെയെങ്കിലും? വളരെ അവിടെ മാനേജർ എന്നൊരാൾ വന്നിട്ട് വളരെ ഷൗട്ട് ചെയ്ത രീതിയിലാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. അതായത് ഞങ്ങൾക്ക് ഇതുമായിട്ട് ഒരു ബന്ധമില്ല, നിങ്ങൾ ഇവിടെയല്ല സമീപിക്കേണ്ടത്, നിങ്ങൾ മറ്റേ എയർപോർട്ടിലാണ് പോയി പ്രതിഷേധിക്കേണ്ടത് എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ 100 ഗ്രൂപ്പുകളുണ്ട്, നിങ്ങളിത് എയർ ഇന്ത്യയുടേതൊന്നുമല്ല, ഞങ്ങളുടെ ഓഫീസിലൊന്നുമല്ല എന്നാണ് പറഞ്ഞു വിട്ടത് തന്നെ. അപ്പോഴാണ് അതിനുശേഷം ഞാൻ അവിടെ പ്രതിഷേധിക്കാൻ ഇരുന്നത് തന്നെയാണ്. അപ്പം എനിക്ക് ഇത്രയും ആൾക്ക്, നമ്മൾ എയർ ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിശ്വാസത്തിലാണ് ടിക്കറ്റ് എടുത്തതും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം ഞാൻ മാത്രമല്ല, എല്ലാ യാത്രക്കാരും അങ്ങനെയാണ് ചെയ്യുന്നത്. എനിക്ക് മാത്രമല്ല സാർ, എല്ലാവരും ഇതേ സമീപനമാണ് അവർ കാണിക്കുന്നത്. ഇപ്പം നമ്മൾ മസ്കറ്റിൽ നിന്ന് ഇവിടെ ട്രിവാൻഡ്രത്തേക്ക് വരുന്നെങ്കിൽ അവിടെ നമ്മളെല്ലാം ചെക്കിങ് എല്ലാം കഴിഞ്ഞ് ഗേറ്റിലേക്ക് പോകുന്നതിന് സമയത്താണ് ഇവർ വളരെ മോശമായിട്ടാണ് പെരുമാറും. കുറച്ച് എന്തെങ്കിലും ഒരു ബാഗ് കയ്യിലുണ്ടെങ്കിൽ വളരെ ദേഷ്യത്തോടു കൂടിയാണ് അവർ ആ ബാഗിനെടുത്ത് എറിയുന്ന രീതിയിലാണ് അവർ ആ സമീപനം. മസ്കറ്റിലായാലും ഈ എയർ ഇന്ത്യക്കാരുടെ. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഈ എയർ ഇന്ത്യക്കാരിൽ നിന്ന്. അപ്പോൾ അതിനുശേഷം ഞാൻ 1-2 പ്രാവശ്യം കൊണ്ട് ഞാൻ ദുബായ് കണക്ഷൻ ഫ്ലൈറ്റിലാണ് അങ്ങോട്ട് നാട്ടിലേക്ക് വരുന്നത്. ദുബായിൽ എമിറേറ്റ്സിൽ കയറി കഴിഞ്ഞാൽ ഇത് ഈ റേറ്റ് പോലും ഇല്ല. എമിറേറ്റ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ഈ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ അതേ റേറ്റ് പോലും അവർ ഈടാക്കുന്നില്ല എമിറേറ്റ്സ്. വളരെ കുറച്ചുള്ള എമൗണ്ട് മാത്രമേ എമിറേറ്റ്സ് ഈടാക്കുന്നുള്ളൂ. അവിടെ നിന്ന് ഫ്ലൈ ദുബായ്, മസ്കറ്റ് ടു ഫ്ലൈ ദുബായ്, അവിടെ നിന്ന് എമിറേറ്റ്സിലാണ് ഇങ്ങനെയാണ് കണക്ഷൻ ഫ്ലൈറ്റ് വരുന്നത്. 4 മണിക്ക് ഫ്ലൈ ദുബായ് എയർലൈൻസും പിന്നെ അതിനുശേഷം 9:30 എമിറേറ്റ്സിലും കണക്ഷൻ ഫ്ലൈറ്റ് അങ്ങനെയാണ് വരുന്നത്. ഞാൻ ഇപ്പോഴും 2 പ്രാവശ്യം അങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് നാട്ടിൽ. എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ അനുഭവം ഇത് ആ സമീപനം കൊണ്ട് ഞാൻ അതിന് ഇപ്പോൾ അവരുടെ ടിക്കറ്റ് ഞാൻ എടുക്കാറില്ല. ശ്രീ രവി, അങ്ങയുടെ മകളുടെ ഭർത്താവ് ഇനിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ മകൾക്കും ജീവിക്കണം, പറക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങൾക്ക് ജീവിക്കണം, അവർക്ക്
കൈത്താങ് ഉണ്ടാകണം. അതിന് ഈ സിസ്റ്റത്തിന്റെ കൊളാപ്സാണ് അതിന് ഉത്തരവാദി. അതുകൊണ്ട് അങ്ങനെ ഒരു പോരാട്ടത്തിലൂടെ അങ്ങനെ ഒരു അനുഭാവപൂർവമായ സമീപനം അവരുടെ ഭാഗത്തുനിന്ന് ഒടുവിൽ ഉണ്ടായിട്ടുണ്ട്. ഇല്ല, അവർക്ക് ഒരു ഇതും ഉണ്ടായിട്ടില്ല. ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല സാർ, ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇത് വിചാരിക്കുന്നത്, എനിക്കിപ്പോൾ അത് എത്ര നാൾ എനിക്ക് നല്ല പ്രായമായി, 53 വയസ്സായി. അപ്പോൾ എത്ര നാൾ ഞാൻ ഇവരെയൊക്കെ നോക്കാൻ പറ്റും സാർ? ഇത് എത്ര നാൾ അവിടെ ജോലി ചെയ്യാൻ പറ്റും? എല്ലാവരും നോക്കാനുള്ള ശേഷി ഇപ്പോൾ ഇന്ന് എനിക്കില്ല. ഇന്ന് ഇത്രയും നമ്പി രാജേഷ് ഉള്ളപ്പോഴാണ് ഇത് എല്ലാവരും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പൊയ്ക്കൊണ്ടിരുന്നത് ഇവിടെ. ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന വാടക വീടാണ്, ഒരു സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ല, അങ്ങനത്തെ ഇരിക്കുന്നതാണ്. അപ്പോൾ കുട്ടികളുടെ ഇനിയുള്ള പഠന ചെലവും മറ്റുള്ളതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഇനി അങ്ങോട്ടുള്ള ജീവിതം അങ്ങനെയായിരിക്കും. ഇവരത് ഹെൽപ്പ് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവരെ അനുഭവം എന്തെങ്കിലും ഇനി കിട്ടും എന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ് എയർ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന്. ആ ഒരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. തീർച്ചയായും നമുക്ക് എല്ലാവർക്കും ഇടപെടണം. ശ്രീ രവി, എല്ലാവരുടെയും പിന്തുണ അങ്ങയുടെ ഒപ്പമുണ്ട്. അങ്ങയുടെ അവസ്ഥയെ കുറച്ച് സമയം കൂടി ഒന്ന് തുടരണം. ശ്രീ ചാക്കുണ്ണി, ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പോരാട്ടം നടത്തുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ. ഒരു സിസ്റ്റത്തിന്റെ കുരുതിയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഒരു ജീവൻ ഒരർത്ഥത്തിൽ കൊലപാതകമെന്ന് പറയേണ്ടി വരും. അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം അതിനുശേഷം പോലും ഒരർത്ഥത്തിലും അനുകമ്പയില്ലാതെ ഹൃദയശൂന്യത പ്രകടിപ്പിക്കുന്ന ഈ കമ്പനി നമ്മുടെ നാടിന് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കേണ്ടി വരും. അത്രമേൽ അപലപിക്കേണ്ട ഒരു വിഷയമാണ്. എന്ത് ചെയ്യാൻ കഴിയും ശ്രീ ചാക്കുണ്ണി? ശ്രീ രാജേഷിൻ്റെ നിര്യാണത്തിൽ ഞാൻ പ്രധാന സംഘടനകളും അനുശോചനം രേഖപ്പെടുത്തേണ്ടത്. ശ്രീ രവി സാറിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, ആ സംഭവം അറിഞ്ഞ അന്ന് മുതൽ ഇതുവരെ ഞങ്ങളാൽ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അറിഞ്ഞ ഉടനെ തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കൊച്ചിയിലാണെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടാണ് പോയത്. അവിടെ ചെന്നപ്പോൾ അത് അടച്ചിട്ടിരിക്കുകയാണ്. എന്നിട്ട് ടിക്കറ്റ് കൗണ്ടർ കാണുന്നുണ്ട്, അവിടെ പോയി. അവിടേക്ക് നമ്മളെ കടത്തി വിടുന്നില്ല. അങ്ങനെ അവിടുത്തെ ടെർമിനൽ മാനേജർ ഇടപെട്ടിട്ടാണ് അവരെ കാണാൻ കഴിഞ്ഞത്. അവർ നേരത്തെ പറഞ്ഞ മാതിരി അവർ കൈമലത്താണ് ചെയ്തിട്ടുള്ളത്. അന്ന് തന്നെ ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിദേശത്തായതിനാൽ അന്ന് തന്നെ കേരള ഗവർണറെ ഞങ്ങൾ കണ്ടു. അത് കാണുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി, വ്യോമയാന മന്ത്രി, അതുപോലെ GDCA എയർപോർട്ട് അതോറിറ്റിൻ്റെ ചെയർമാൻ, കേരള മുഖ്യമന്ത്രി, എല്ലാവർക്കും ഞങ്ങൾ നിവേദനം മെയിൽ ചെയ്തു. അതിന് റെസ്പോൺസും വന്നു. അത് പരാതി പരിഹാസത്തിലേക്ക് ഫോർവേഡ് റെസ്പോൺസും വന്നു. ഇതിന് അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പോയത്. ബഹുമാനപ്പെട്ട ഗവർണർ ആ കാര്യത്തിൽ വേണ്ടത്ര ഇടപെടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിദേശത്തുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു ഇമെയിൽ അയക്കുകയും ആ ഇമെയിലിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ വളരെ അനുകൂലമായ ഒരു മറുപടി ലഭിക്കുകയും ചെയ്തു. ഇത് ഈ പണം വാങ്ങിയവർക്ക് ഉത്തരവാദിത്തമല്ലേ? അവർ നമ്മൾ ബാഡ്മിൻ്റൺ കളിക്കരുത്, പന്തിട്ട് കളിക്കുന്ന മാതിരി കളിക്കരുത്. ഈ പണം ആരാ വാങ്ങിയത്, അവർക്കിതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. കേവലം 250 യാത്രക്കാർ ക്യാഷ് ലീവ് എടുത്തതിൻ്റെ, സിക്ക് ലീവ് എടുത്തതിൻ്റെ പേരിൽ ഇത്രയും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ എനിക്ക് അതിശയമുള്ളത്, ഇത് ചർച്ച ചെയ്യാൻ സാധാരണ ഒരു ഷോപ്പിൽ സമരം ചർച്ച ചെയ്യാൻ വേണ്ടി ലേബർ കമ്മീഷൻ ഏൽപ്പിക്കണമാതിരി ലേബർ കമ്മീഷൻ ഏൽപ്പിച്ചിരുന്നത്. എന്തുകൊണ്ട് DGCAയും അതുപോലെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയും വ്യോമയാന വകുപ്പും എന്തുകൊണ്ട് ഇടപെട്ടില്ല? എന്നിട്ട് അത് അന്തിമമായി തീർന്നിട്ടില്ല. സമരം പിൻവലിച്ചു എന്ന് പറയുന്നുണ്ട്. സമരം പിൻവലിച്ചിട്ടും ഇവിടെ ഇന്നും മുടങ്ങുന്ന വിമാനങ്ങൾ ഇനി 28-ാം തീയതിക്കാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എത്ര ലാഘവ ബുദ്ധിയോടെയാണ് യാത്രക്കാരുടെ ഈ അധികാരികൾ പെരുമാറുന്നത്. നമ്മൾ കഴിഞ്ഞ കേരള ബഡ്ജറ്റിൽ 15 കോടി പ്രവാസികളുടെ കാര്യത്തോട് നീക്കി വെച്ചിട്ടുണ്ട്. ഇനി 4-ാം ലോക കേരള സഭ വരെയാണ്, 3-ാം വാർഷികം വരെയാണ്. അതാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇതിനൊരു പരിഹാരം നമ്മുടെയൊക്കെ മുന്നിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ലോക കേരള സഭ പോലെയുള്ള വേദികളുണ്ട്. വന്ന് ചാപ്പാട് പഠിച്ചിട്ട് പോകുന്ന വേദികളല്ലാതെ ഇതൊക്കെ ഈ പ്രവാസികളുടെ ഇത്തരം കഷ്ടപ്പാടുകൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കേണ്ടിയിരിക്കുന്നു. ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ശ്രീ CR നീലകണ്ഠൻ, ഒരു 2 കുഞ്ഞുങ്ങൾക്ക് അച്ഛനില്ല, ഒരു നമ്മുടെ പ്രിയപ്പെട്ട ഒരു അനുജത്തിക്ക് ഭർത്താവില്ല, ഒരു കുടുംബം അനാഥമാകുന്നു. അവിടുത്തെ വിലാപമാണ് നേരത്തെ രവിയിലൂടെ നമ്മൾ കേട്ടത്. ഒരു കമ്പനിയുടെ, വലിയ ഒരു കമ്പനിയുടെ, ആ കമ്പനിയിൽ ഇന്റേണൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് യാത്രക്കാരല്ല അത് സഫർ ചെയ്യേണ്ടത്.
ഇത് ശരിക്കും എന്താണ് ഒരു അർത്ഥത്തിൽ ഒരു മനുഷ്യനെ ഇല്ലാതാക്കുകയായിരുന്നില്ലേ ഈ സിസ്റ്റം ചെയ്തിരിക്കുന്നത്? തീർച്ചയായും ആ പാവപ്പെട്ട അല്ലെങ്കിൽ നശിപ്പിക്കപ്പെട്ടു എന്ന് തന്നെ പറയാവുന്ന ഒരു ജീവൻ, ആ ജീവൻ പോയതുകൊണ്ട് നഷ്ടപ്പെട്ട കുടുംബാംഗങ്ങൾ, ഭാര്യ, മക്കൾ, മറ്റ് ബന്ധുക്കൾ, ഇവരോടൊക്കെ നമുക്ക് അനുശോചനം അറിയിക്കുകയല്ലാതെ ഇപ്പൊ ഒന്നും പറയാൻ കഴിയും. ഏതായാലും ഇവിടെ വളരെ കൃത്യമായ ഒരു കാര്യമുണ്ട്. ഒരു ബ്രാൻഡാണ് എയർ ഇന്ത്യ. നമ്മൾ എയർ ഇന്ത്യ ആദ്യം സർക്കാർ കമ്പനിയായിരുന്നു. സർക്കാർ കമ്പനി ആയതുകൊണ്ട് അതിനെപ്പറ്റി നിരവധി പരാതികൾ, ഞാനും കുറച്ചു കാലം പ്രവാസിയായിരുന്നത് കൊണ്ട് പലപ്പോഴും പ്രവാസികൾക്ക് എയർ ഇന്ത്യയെ പറ്റി പരാതി ഉണ്ടായിരുന്നു. എയർ ഇന്ത്യയുടെ ഒരു ഗുണമുണ്ടായിരുന്നത് ഏത് രാജ്യത്തു നിന്നും നേരിട്ട് ഇന്ത്യയിലേക്ക് ഫ്ലൈറ്റ് കിട്ടും എന്ന ഗുണമായിരുന്നു. അതുകൊണ്ട് പലപ്പോഴും മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും നമ്മൾ എയർ ഇന്ത്യയെ ആശ്രയിച്ചു വിദേശത്ത് നിന്ന് വരാൻ എളുപ്പമുള്ള നിലയ്ക്ക്. പക്ഷേ എയർ ഇന്ത്യ വലിയ തോതിൽ ആളുകളെ ബുദ്ധിമുട്ടിച്ചിരുന്നതായി നിരവധി പരാതികൾ നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ പലപ്പോഴും കൊടുത്തിട്ടുണ്ട്. അതിന്റെ നിരക്ക് കൂട്ടുന്നത്, എയർ ഇന്ത്യ നിരക്ക് കൂട്ടിയാൽ ബാക്കി എല്ലാവരും ഇന്ത്യയിലേക്കുള്ള നിരക്കുകൾ അതിനനുസരിച്ച് കൂട്ടും തുടങ്ങിയ പരാതികളുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ടാറ്റ എന്ന് പറയുന്ന ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല മാനേജ് ചെയ്യുന്ന ഒരു കമ്പനി എന്നാണ് ടാറ്റ അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ടാറ്റ ബിർള എന്നൊക്കെ നമ്മൾ കുറ്റം പറയുമെങ്കിലും നന്നായി മാനേജ് ചെയ്യുന്ന ഒരു മാനേജ്മെന്റ് ആണ് ടാറ്റയ്ക്ക് ഉള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ കമ്പനി അത് ഏറ്റെടുത്തപ്പോൾ കുറെ ആളുകളെങ്കിലും പ്രതീക്ഷിച്ചു, പലരും പറഞ്ഞു ഇനി ഇത് നന്നാവും എന്ന്. പക്ഷെ നന്നായില്ല എന്ന് മാത്രമല്ല, പഴയതിനേക്കാൾ വലിയ ദുരന്തമാണ്. ഇവിടെ നേരത്തെ പറഞ്ഞു ഞങ്ങൾ എയർ ഇന്ത്യ അല്ല, ഇത് ഈ ഓഫീസല്ല, ഇത് മറ്റേ ഓഫീസല്ല. ഇത് നമ്മൾ സർക്കാർ ഓഫീസിൽ പോയാൽ കേൾക്കുന്ന ചോദ്യമാണ്. നിങ്ങൾ ഈ വകുപ്പിലല്ല വരേണ്ടത്, നിങ്ങൾ മറ്റേ വകുപ്പിൽ പോകണം, നിങ്ങൾ ഫോറസ്റ്റ് വകുപ്പിലല്ല വരേണ്ടത്, നിങ്ങൾ റവന്യൂ വകുപ്പിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് പാവപ്പെട്ട മനുഷ്യരെ ഓടിക്കുന്ന ഒരു രീതിയുണ്ട്. ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയില്ല. താങ്കൾ പറഞ്ഞ പോലെ ഇതിന്റെ കണക്ടിവിറ്റി ഒക്കെ അനുസരിച്ച് വിപുലമായ സംവിധാനങ്ങളാണ്. പക്ഷേ ആ സംവിധാനത്തിൽ ഇതിനെ വിശ്വസിക്കാൻ കഴിയാത്ത അനുഭവം ഇത് ഒറ്റപ്പെട്ട അനുഭവമല്ല, എത്രയോ അനുഭവങ്ങളുണ്ട്. എന്നിട്ടും ഇതിനെ പുതിയ കമ്പനി ഏറ്റെടുക്കുമ്പോൾ അത് ഒരു കമ്പനിയൊക്കെ തന്നെ ലയിപ്പിച്ച് വലിയൊരു സിസ്റ്റമാക്കി മാറ്റുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ സംഭവം ഉണ്ടായി ഒരു രാജ്യം മുഴുവൻ സ്തംഭിക്കുന്ന ഒരു തലത്തിലേക്ക് പോയിട്ടും അതേ ഗൗരവത്തോടു കൂടി അതിനെ അഡ്രസ് ചെയ്യാൻ ഈ കമ്പനിയുടെ നിലവിലുള്ള മാനേജ്മെന്റിന് കഴിയാതെ പോകുന്നു. അവിടുത്തെ ജീവനക്കാരെ വിശ്വാസത്തെ, സംഘടനയെ വിശ്വാസത്തെ മുന്നോട്ട് പോകാനോ അല്ലെങ്കിൽ വീണ്ടും ഒരു ഉറപ്പ് പറയാൻ കഴിയുന്നില്ല. ഇവിടെ സമരം അല്ലെങ്കിൽ സ്തംഭിക്കും, യാത്രക്കാർക്ക് ഇനിയും ദുരനുഭവം ഉണ്ടാവുന്നു. അതിനുശേഷം ഓരോ ദിവസങ്ങളായി ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അല്ല, ഇതിപ്പോ അനേക ദിവസങ്ങളായി ഇതിന്റെ ദുരന്തങ്ങൾ ഒരുപാട് പേർ അനുഭവിച്ചു. അത് പലപ്പോഴും മാധ്യമങ്ങളിൽ വന്നു. ഈ സമരവുമായി ബന്ധപ്പെട്ട് സമരം സാധാരണ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുമ്പോൾ മാനേജ്മെന്റ് ആണ്, ആരാണ് നമ്മുടെ ഇത് പൈസ വാങ്ങുന്നത്? നമ്മുടെ ഇത് പൈസ വാങ്ങുന്നത് ഗ്രൗണ്ട് സ്റ്റാഫോ പൈലറ്റോ അല്ലെങ്കിൽ എയർ ഹോസ്റ്റസോ ഒന്നും അല്ലല്ലോ. നമ്മുടെ ഇത് പൈസ വാങ്ങുന്നത് ഒരു കമ്പനിയാണ്. എയർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനാണ് നമ്മൾ പൈസ കൊടുക്കുന്നത്. എയർ ഇന്ത്യ എന്ന ബ്രാൻഡിനാണ് നമ്മളുമായി കരാറുള്ളത്. ആ കരാറിന്റെ പരിപൂർണമായ ലംഘനവും ആ ലംഘനത്തിന്റെ ഫലമായി ഉണ്ടായ വലിയൊരു നാശവുമാണ് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഒരു കരാർ ലംഘനത്തിന്റെ ഭാഗമായി ഒരാൾക്ക് വലിയൊരു നഷ്ടമുണ്ടായാൽ ആ നഷ്ടം, ഞാൻ പറഞ്ഞത് സാമ്പത്തികമായി നികത്തുന്നത് കൊണ്ട് ഒരു പ്രിയപ്പെട്ട മനുഷ്യന്റെ, ഒരു കുട്ടികളുടെ അച്ഛന്റെ അല്ലെങ്കിൽ ഒരു ഭർത്താവിന്റെ അല്ലെങ്കിൽ ഒരു മകന്റെ ഒന്നും നഷ്ടം നമുക്ക് നികത്താൻ പറ്റില്ല. പക്ഷെ നേരത്തെ ഇപ്പൊ രവി സംസാരിച്ചപ്പോ പറഞ്ഞു 2 ചെറിയ കുട്ടികളാണ്, അവർക്ക് അവരുടെ ജീവിതം, വിദ്യാഭ്യാസം ഇതൊക്കെയുണ്ട്. പക്ഷെ ഇതിന് ആദ്യം വേണ്ടത് എന്താ? റെസ്പോൺസാണ്. ഈ കമ്പനി ഇത്രയും സംഭവിച്ചിട്ടും ഇതുവരെ അദ്ദേഹം പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു, രവിയോടോ കുടുംബത്തോടോ ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല. ഇത്രയധികം കാര്യങ്ങൾ വന്നു, ഇത്രയധികം നാശം വന്നു. അവരെ, ഈ കുടുംബത്തെ ഒന്ന് ബന്ധപ്പെടാൻ എയർ ഇന്ത്യ എന്ന് പറയുന്ന ടാറ്റയുടെ കീഴിലുള്ള മാനേജ്മെന്റിന് ഇതുവരെ ആരും ഉണ്ടായില്ലേ? അവിടെ PRO ഇല്ലേ? അവിടെ മറ്റേ ജനറൽ മാനേജർമാരോ അതുപോലെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുണ്ടല്ലോ, ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് ശമ്പളം വാങ്ങുന്നവർ. ഇവരാരും ഇത് അറിഞ്ഞില്ലേ? എന്താ പ്രശ്നം? അപ്പൊ എന്താ? നിരുത്തരവാദപരമായ ഒരു മാനേജ്മെന്റ് ആണ്. അങ്ങനെ ഒരു സ്ഥാപനം പറത്തുന്ന ഒരു വിമാനത്തിൽ ആര് കയറുന്നേ? പ്രശ്നം അതാണ്. എയർ ഇന്ത്യ എന്ന സ്ഥാപനം മാത്രമല്ല സിആറിലാണ് കേരളത്തിലെ വർഷാവർഷം കോടിക്കണക്കിന് രൂപയുടെ റവന്യൂ കൊടുക്കുന്ന ഒരു വിഭാഗത്തിന് നേരിടുന്ന ഈ അനുഭവത്തിൽ സംസ്ഥാന സർക്കാരിന് ഇടപെടണം. ഇന്ത്യ ഈ വ്യോമയാന വകുപ്പുമായി ബന്ധപ്പെട്ട ആളുകൾ ഇടപെടണം. DGC എന്ന് പറയുന്ന സംവിധാനം നമുക്കുണ്ട്. ഈ ചെന്ന് ചോദിക്കുമ്പോൾ കൈമലർത്തിയാണ്, ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ എന്തെങ്കിലും നാളെ സംഭവിച്ചാൽ അതിന് ശക്തമായ ഒരു പാഠം ഇവിടെ ഉണ്ടാകണം. ആ സിസ്റ്റം, അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ശ്രീ രവി, ഇന്ന് മരുമകന്റെ മൃതദേഹം വെച്ച് പ്രതിഷേധിക്കേണ്ടി വരുന്ന ഒരു കാഴ്ചയാണ്, അങ്ങേയറ്റത്തെ ഹൃദയഭേദകമായ കാഴ്ചയാണ് കേരളം കണ്ടത്. ആ ചർച്ചയ്ക്ക് ശേഷം നിങ്ങൾ പിന്തിരിഞ്ഞു പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉറപ്പ് ഈ PROയുമായി നടത്തിയ ചർച്ചയിൽ അല്ലെങ്കിൽ PRO വന്ന് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും അനുഭാവപൂർവമായ ഒരു ഉറപ്പ് എന്തെങ്കിലും കിട്ടിയിരുന്നോ? കാരണം
ഇതിലെന്തായാലും നിങ്ങളൊരു നഷ്ടപരിഹാരം വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, കാരണം ജീവന് പകരമല്ല. പക്ഷേ എങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ സാഹചര്യങ്ങൾ ഇതൊന്നും ഇനി ആവർത്തിക്കാൻ പാടില്ല. അതിൻ്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും കമ്പനി ഏറ്റെടുക്കണം. അങ്ങനെ കമ്പനി ഇതിൻ്റെ ഉത്തരവാദിത്തം തങ്ങളുടേതാണ് എന്നൊരു ബോധ്യം അവർക്ക് വരുന്നുണ്ടോ സംസാരത്തിൽ നിന്നെങ്കിലും? സാർ, ഇത് ഇന്ന് അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനത്തെ ഒരു നല്ലൊരു തീരുമാനമൊന്നും ഉണ്ടായിട്ടില്ല. അവർ വൈകുന്നേരം എൻ്റെ അവിടെ എയർ ഇന്ത്യ സ്റ്റാഫുകൾ ആരെങ്കിലും ബന്ധപ്പെടുന്ന എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇപ്പോൾ ആ സമയത്ത് ഞാൻ ഇത് പ്രതിഷേധം നിർത്താൻ കാരണം എന്ന് പറഞ്ഞാൽ പോലീസ് ഓഫീസർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇത് നിർത്തി ബോഡിയോട് കാണിക്കുന്ന അനാചാരമാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ മാറ്റാം. ആ ഒരു ഇതുകൊണ്ടാണ് ഞാൻ അന്നേരം പ്രതിഷേധം അവസാനിപ്പിച്ച് വീട്ടിലേക്ക് പോയത്, അല്ലാതെ ഞാനായിട്ട് പിന്തിരിഞ്ഞതല്ല. അപ്പോൾ അവരിപ്പോൾ വൈകുന്നേരം എന്നെ കോണ്ടാക്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അതില്ലെന്നുണ്ടെങ്കിൽ ഞാൻ മുന്നോട്ട് തന്നെ ഉണ്ടാവും. നാളെ മുതൽ എന്തെങ്കിലും എല്ലാവരുമായിട്ട് കൂടിയാലോചിച്ചിട്ട് അതിനുള്ള മേൽനടപടി സ്വീകരിക്കാനുള്ള തീരുമാനത്തിലാണ് ഞാൻ. ശ്രീ ചാക്കുണ്ണി, ഓരോ സംഭവങ്ങളിലും ഒരു ഇരയുണ്ടാകുമ്പോഴാണ് ഉണർന്ന് പ്രവർത്തിക്കുന്നു എന്ന ഗതികേടാണ് പലപ്പോഴും നമ്മുടെ മുന്നിലുള്ളത്. ഈ സംഭവം ഇതിൻ്റെ പിന്നാലെ ഇതിപ്പോൾ അവസാനിപ്പിക്കുന്നത് വന്ന് പറഞ്ഞു വൈകുന്നേരം വിളിക്കാമെന്നാണ് പറഞ്ഞ IPR. വിളിക്കുമോ വിളിക്കത്തില്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ഉറപ്പുമില്ല. ഇതിങ്ങനെ ആരും മിണ്ടിയില്ലെങ്കിൽ അതവിടെ കെട്ടടങ്ങും എന്ന ഒരു ചിന്തയിലേക്ക്, ആ ധാരണയിലേക്ക് മാറ്റാൻ അനുവദിച്ചുകൂടാ. ഈ കുടുംബത്തിന് പോരാട്ടത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് എല്ലാവരും, മാധ്യമങ്ങളും പൊതുജനങ്ങളും താങ്കളെ പോലെയുള്ള പൊതുപ്രവർത്തകരും ഒക്കെ തന്നെ നിൽക്കണം. ആ നിലയ്ക്ക് ഈ കുടുംബത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവസാനം വരെ ഇവർക്ക് അർഹതപ്പെട്ട നഷ്ടപരിഹാരം ഒരു സമാധാനമില്ലാത്ത നഷ്ടപരിഹാരം അല്ലെങ്കിലും അവസാനം വരെ കൂടെ ഒപ്പം ഞാൻ മാത്രമല്ല എല്ലാവരും ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുകയാണ്. മറ്റൊരു കാര്യം, ഇതിൽ അധികാരികൾ ഇടപെടണ്ടേ? നമ്മുടെ കേരളത്തിലെ പ്രത്യേകിച്ച് സമ്പദ്ഘടന നിലനിർത്തുന്ന പ്രവാസികളുടെ കാര്യത്തിൽ സർക്കാരുകൾ ഇടപെടണം. അതുപോലെ തന്നെ ഈ ഒറ്റപ്പെട്ട സംഭവമല്ല, ഇത് മാത്രമല്ല ഉള്ളത്. എത്രയോ പേർക്ക് ജോലി ഉണ്ടായിട്ടും കാര്യമായ ഒരു അപലപിക്കുകയോ അല്ലെങ്കിൽ ഇതിലെന്താണ് വസ്തുത എന്ന് അറിയുകയോ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ശരിയാണോ? അങ്ങനെ ശരിയാണെങ്കിൽ അത് വളരെ ഗുരുതരമാണ്. കാരണം കേരള സഭയൊക്കെ വിളിച്ചുകൂട്ടി വിരുന്ന് കൊടുക്കാൻ പോവാ പ്രവാസികളെ. അത് പ്രവാസികളെ എല്ലാവരെയും അല്ല, താഴെത്തട്ടിലെ ഒരുപാട് പ്രവാസികൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ നമ്മുടെ മുന്നിലുള്ളപ്പോൾ കുറെ കോടീശ്വരന്മാരെയൊക്കെ വിളിച്ചു വരുത്തി അവിടെ ചാപ്പാട് കൊടുത്ത് വിട്ടു പോയാൽ പോരല്ലോ. ഇതൊക്കെ അഡ്രസ്സ് ചെയ്യണ്ടേ? പിന്നെ എന്തിനാണ് ഈ വേദി? സർ, സംഭവം നടന്ന ഉടനെ തന്നെ ഒരു മിനിറ്റ് എനിക്ക് അനുവദിക്കണം. സംഭവം നടന്ന ഉടനെ തന്നെ ബന്ധപ്പെട്ട എല്ലാവരെയും ഞങ്ങൾ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ രേഖകൾ എൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ടും അതിൽ കാര്യമായ ഇടപെടൽ നടന്നിട്ടില്ല. ഈ സഹോദരിക്ക് ആദ്യം കൊടുത്തതെന്താ, 8-ാം തീയതി അവർ യഥാസമയം എയർപോർട്ടിലെത്തി, കുടുംബമെത്തി. എന്നിട്ട് അവർക്ക് മാത്രം പോകാണ്ട് അപേക്ഷിച്ച് 9-ാം തീയതി ടിക്കറ്റ് കൊടുത്തു. ആ ഫ്ലൈറ്റും ക്യാൻസലായി. ഉടൻ തന്നെ ആ ടിക്കറ്റിൻ്റെ പൈസ മടക്കി കൊടുത്തെങ്കിൽ അവർ വേറെ യാത്ര ചെയ്യുമായിരുന്നു. ഒരു പക്ഷേ ഈ സഹോദരിയെ കാണാൻ കഴിഞ്ഞാൽ മിസ്റ്റർ രാജേഷിന് അന്ത്യം സംഭവിക്കില്ലായിരുന്നു. ഇതങ്ങനെ ഒഴിവാക്കേണ്ട കാര്യങ്ങളല്ല. ഇത് ഇവരുടെ മാത്രമല്ല, എല്ലാവർക്കും നഷ്ടപരിഹാരം, ഇവരുടെ നഷ്ടത്തിന് ഒരു പരിഹാരം അല്ലെങ്കിൽ കൂടി ഇവർക്ക് അർഹിക്കപ്പെടുന്ന നഷ്ടത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ബാധ്യസ്ഥയാണ്. നമ്മൾ എയർ ഇന്ത്യക്ക് ഏറ്റെടുത്തപ്പോൾ നേരത്തെ അദ്ദേഹം പറഞ്ഞ മാതിരി ഒരു മിതമായ നിരക്ക് ടിക്കറ്റ് നിരക്ക് കിട്ടും, സേവനം മെച്ചപ്പെടുന്നൊക്കെയാണ്. ടാറ്റ എടുത്തപ്പോൾ പ്രൈവറ്റ് സ്വാഗതം ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. എന്നിട്ട് ഇത്തരം ദുരന്തം ഉണ്ടായിട്ട് ഇവിടെ ആരും ഇത് പ്രതികരിച്ച് കാണുന്നില്ല. ഗൾഫിലെ കുറേ സംഘടനകളുണ്ട് ഇക്കാര്യത്തിൽ. പണ്ട് ഇതേ സംഭവം തന്നെയാണ് കഴിഞ്ഞ 2020 ആഗസ്റ്റ് 7-ന് കോഴിക്കോട് വിമാനപകടം ഉണ്ടാക്കിയപ്പോൾ. അന്ന് ഇതേമാതിരി ഫൈറ്റ് ചെയ്തിട്ട് നമുക്ക് ഹെൽപ്പ് ഡെസ്ക് ആരംഭിക്കാൻ കഴിഞ്ഞു. കുറേ നഷ്ടപരിഹാരം വാങ്ങിക്കൊടുക്കാനും കഴിഞ്ഞു. നമ്മൾ കൂട്ടായിട്ട് ചെറിയ സംഘടനയും വലിയ സംഘടനയും സ്വാധീനമുള്ളവരും ഇല്ലാത്തവരും ഭരണാധികാരികളൊക്കെ ഇതിൻ്റെ ബെനിഫിഷ്യറീസ് ആരാ? ഈ പ്രവാസികൾ ചോര നിന്നാക്കുന്നത് ബെനിഫിഷ്യറീസ് ഇവിടുത്തെ സർക്കാരുകളാണ്. അതിൻ്റെ താഴെയുള്ള ബെനിഫിറ്റ് അവരുടെ കുടുംബത്തിന് കിട്ടുന്നുള്ളൂ. അതിനുള്ള ബാക്കി അതിന് സമൂഹത്തിന് കിട്ടുന്നുള്ളൂ. ഒറ്റക്കെട്ടായിട്ട് പൊരുതിയിട്ട് ഈ അനീതിക്കെതിരെ മേലിത് ആവർത്തിക്കാനുള്ള നടപടി, അതിനാണ് നമ്മൾ മുന്നൊരുക്കം നടത്തേണ്ടത്. കപ്പൽ സർവീസ് ആരംഭിക്കുന്നത് വളരെ നല്ലൊരു മറുപടി, അനുകൂലമായ നടപടി മാത്രമല്ല
വേണ്ടത്ര നിർദ്ദേശം നൽകിയായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മറുപടി ലഭിച്ചിട്ടുണ്ട്. എല്ലാവരും ലഭിച്ച മറുപടികളും യഥാസമയം ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. എന്നിട്ടും അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണെങ്കിൽ അത് യാത്രക്കാരോടുള്ള പ്രവാസികളോടുള്ള അവഗണന മാത്രമല്ല അവരോട് അവഹേളനം കൂടിയാണെന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയ കാര്യത്തിലില്ല. ശ്രീ CR നീലകണ്ഠൻ, പ്രവാസികളുടെ പണം വേണം, പ്രവാസികളെ അല്ലെങ്കിൽ അവരെ ഈ പ്രവാസ സൗഹൃദ പദ്ധതികൾ, ലോക കേരള സഭ, ഇതൊക്കെ പറയുന്ന സർക്കാരിന് മുന്നിലേക്ക് യഥാവിധി കാര്യങ്ങൾ ഈ മേഖലയിലുള്ള ആളുകൾ അറിയിച്ചിട്ടുണ്ട്. മാധ്യമങ്ങൾ ഇത് വളരെ ജാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്തതാണ് ഈ വിഷയം. എന്നിട്ടുകൂടി ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അപലപിക്കുകയോ ഈ കുടുംബത്തെ വിളിച്ചൊന്ന് ആശ്വസിപ്പിക്കുകയോ ബന്ധപ്പെട്ട ആരും ഇല്ലാതെ പോകുന്നു എന്ന് പോകുമ്പോൾ കാട്ടുന്നതൊക്കെയും കപട സ്നേഹമല്ലേ? അല്ല, തീർച്ചയായിട്ടും. അല്ല, അത് മാത്രമല്ല, രണ്ട് വാചകം എനിക്ക് പറയാനുള്ളൂ. ഒന്ന്, ഈ കുടുംബത്തിന് നീതി കിട്ടുന്നത് വരെ എല്ലാ പോരാട്ടങ്ങളിലും നമ്മൾ ഉണ്ടാവണം. പക്ഷെ അതിനേക്കാൾ പ്രധാനം ഒരു സംവിധാനം ഇതിനുണ്ടാവണ്ടേ? ആരാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ ടാറ്റ എയർ ഇന്ത്യയിൽ ആരിടപെടും? അങ്ങനെ അവർക്കൊരു തകരാർ സംഭവിച്ചാൽ നമ്മൾ സ്വകാര്യ ഒരു മേഖലയ്ക്ക് കൊടുക്കുകയാണ്. മനുഷ്യരുടെ ജീവൻ, മനുഷ്യരുടെ ജീവിതമൊക്കെ വെച്ചിട്ടുള്ള ഒരു കളിയാണ്. ഇതിപ്പോ ഒരാൾക്കും ഇങ്ങനെ ഒരു ജീവൻ നഷ്ടപ്പെട്ടു, നാളെ വിമാനത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ആരും ഉത്തരവാദിത്വം പറയാൻ ആരും ഉണ്ടാവില്ല. അപ്പൊ ആ അർത്ഥത്തിൽ ഇപ്പൊ എന്റെ യന്ത്രം ഓടാതിരിക്കാൻ പലതും ഉണ്ടാവാം. ആരാണ് ഇതിന് യഥാർത്ഥ ഉത്തരവാദി? ഹു ഇസ് അക്കൗണ്ടബിൾ? അങ്ങനെ അവർ അക്കൗണ്ടബിൾ ആയില്ലെങ്കിൽ ഇപ്പൊ കേരള ഗവൺമെന്റോ കേന്ദ്ര ഗവൺമെന്റ് ഏത് ഗവൺമെന്റ് ആവട്ടെ, അത് ചോദിക്കാനൊരു സംവിധാനം എവിടെ ഉണ്ട് എന്ന് ഇപ്പോഴും വന്നിട്ടില്ല. നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ഏറ്റവും താഴെ തട്ടിലുള്ള പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എയർ ഇന്ത്യയിലെ ടിക്കറ്റും എയർ ഇന്ത്യയിലെ സീറ്റ് കിട്ടാത്തതും യാത്രയും അതിന്റെ പ്രശ്നങ്ങളും ചെറിയ കാര്യങ്ങളാണ്. ലോക കേരള സഭയിൽ പ്രവാസികൾക്ക് പറയുന്ന വിഷയങ്ങളല്ല യഥാർത്ഥത്തിൽ ഇവിടുത്തെ പ്രവാസികൾക്ക് ഭൂരിപക്ഷം വരുന്ന പ്രവാസികൾക്ക് ആവശ്യമുള്ളൂ. അതിലേക്ക് നമ്മുടെ സർക്കാരുകൾ തിരിയണം. അതിനൊരു സംവിധാനം ഇപ്പൊ കേരളത്തിൽ നോർക്ക അതുപോലെയൊക്കെ ഉണ്ട്. പക്ഷെ ഒരു സംവിധാനം ഇങ്ങനെ ഉണ്ടായാൽ ആരാണ് ഇതിന് ഇടപെടുക എന്ന് പറയുന്ന ഒരു സംവിധാനം നമുക്ക് ഉണ്ടാവണം. അത് അവർ അക്കൗണ്ടബിൾ ആവണം. ഇപ്പൊ നമ്മുടെ ഒരു പ്രശ്നം ആരും അക്കൗണ്ടബിൾ അല്ല എന്നുള്ളതാണ്. ആർക്കും ഉത്തരവാദിത്തമില്ല. ഇപ്പൊ അതുകൊണ്ടാണ് ഇതിന് മറുപടി പറയാത്തത്. അത് ആകുന്ന തരത്തിൽ ആവശ്യമാണെങ്കിൽ നിയമനിർമ്മാണം വേണം, ആവശ്യമാണെങ്കിൽ അതിൽ സംവിധാനം ഉണ്ടാക്കണം. മുഖ്യമന്ത്രി അടക്കം ഒരു ഇടപെടണം. കാരണം കേരളത്തിനാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. തീർച്ചയായും. അവസാനമായി ശ്രീ രവി, ഇനിയുള്ള ഈ ഉറപ്പ് പാലിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, കാരണം ഇങ്ങനെ ഹൃദയശൂന്യമായ ഒരു സിസ്റ്റത്തിൽ നിന്നും ഇങ്ങോട്ട് വന്നൊരു അനുകമ്പയോ ഒരു കരുതലോ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഇനിയുള്ള പോരാട്ടം എങ്ങനെയാണ് ആലോചിക്കുന്നത്? ഇനിയുള്ളത് ഞാൻ എൻ്റെ വീട്ടുകാരായിട്ടെല്ലാം ആലോചിച്ചിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം. അത് ആലോചിക്കണം, കുറച്ച് ആലോചിച്ചിട്ട് തീരുമാനം. എനിക്ക് ഒരുപാട് ദിവസം ലീവില്ല. ഞാൻ ഒരു ലീവിന് വന്നതാണ്, എമർജൻസി ലീവിനാണ് വന്നിട്ടുള്ളത് മസ്കറ്റിൽ നിന്ന്. ഈ ബോഡിയായിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. അപ്പോൾ എനിക്ക് മാക്സിമം ഒരു മാസം ഇവിടെ ഉണ്ടാവും. ഞാൻ അതിന് മേലെ എനിക്ക് പറ്റത്തില്ല സാർ. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലുമുള്ള രീതിയിൽ പ്രതിഷേധം എന്തെങ്കിലും നടപടി മുന്നോട്ട് പോകും അതിനകത്തുള്ള. എന്നാലും ഭയന്നിട്ട് പോകുന്നതല്ല, അതായത് അവർ പോരാട്ടം തന്നെ ഉണ്ടാവും. ഒരു മാസത്തിനുള്ളിൽ അതൊരു തീരുമാനം ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും. വളരെ നന്ദി ശ്രീ രവി. ആ പോരാട്ടത്തിനൊപ്പം മാതൃഭൂമി ന്യൂസിൻ്റെ എല്ലാവിധ പിന്തുണയും നൽകുകയാണ്. ഇനി ഒരു രീതിയിലും ഇത്തരത്തിലുള്ള ഹൃദയശൂന്യമായ കൊടുംക്രൂരത, കൊലച്ചതി എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നല്ല, ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും.